നമസ്കാരം. ആദ്യം തന്നെ വലിയ പെരുന്നാൾ ആശംസ. വലിയ പെരുന്നാൾ ആശംസകൾ. നമുക്ക് ഇവിടെ നാളെ മറ്റന്നാളുണ്ട്. ആണോ? അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിതൊന്നും അറിയത്തില്ല കേട്ടോ. ഞാനൊരു ഒരു ക്രിസ്ത്യാനി അമ്മയുടെയും ഒരു ഹിന്ദു തന്തയുടെയും മോന. എന്റെ അപ്പൻ അടിച്ചോണ്ട് പോകുന്ന എന്റെ അമ്മനെ. നിന്റെ സെയിം കളർ. ആണോ? ഹിന്ദുവായ അച്ഛൻ ക്രിസ്ത്യാനി എന്റെ അമ്മേനെ അടിച്ചോണ്ട് പോയി 15-ാം വയസ്സിൽ. എന്റെ നിനക്കും അങ്ങനെ തന്നെയാ? അതാണ് നമ്മളെ രണ്ടു ഇത് യോജിപ്പിക്കുന്നത്. ഞങ്ങൾ ഇന്ന് അറിയുന്ന കേട്ടോ. ഉപയോഗിക്കട്ടെ. എപ്പോഴും ഇപ്പോഴും എന്നും ആ ഇന്ന് എന്നെ കിച്ചു, ഞാൻ കിച്ചുനോട് പറയാം, നിങ്ങളും കേട്ടണേ. എന്നെ കിച്ചു രാവിലെ എനിക്ക് ഭയങ്കരമായിട്ട് മെച്ചന്തടാ. എന്നാന്ന് പറയാ, എനിക്ക് പുട്ട് തിന്നണം. പുട്ട് തിന്നേ പറ്റുമോ? എനിക്ക് പുട്ട് ഇഷ്ടമില്ലാത്ത സാധനം, പക്ഷെ എനിക്ക് പുട്ട് തിന്നണം. ഗർഭം വല്ലതും ഉണ്ട്? അറിയത്തില്ലെന്ന് വെച്ചാ ഏതാ, ഞാൻ പുട്ട് തിന്നാൻ വേണ്ടി ഈ ജത്താവി കൂടെ ഉള്ള കട മൊത്തം ഓടി നടക്കുക. എല്ലാരും പറയാ ഈ 12 മണിക്കാണ് പുട്ട് ചോദിക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ അത്. 12 മണിക്ക് പുട്ട് എന്നിട്ട് ഞാൻ ഏറ്റവും ലാസ്റ്റ് അപ്പോഴാണ് ഇങ്ങനെ ഒരിടത്തുമില്ല വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉച്ചയിലടിച്ച് കീറുക. എന്റെ മടുത്ത് ഞാന്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ മനസ്സിൽ ഇരുന്നപ്പോഴത്തേനും ദേപുട്ട്, ഞാൻ ഈ ദേപുട്ടിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ പുട്ട് കഴിക്കാനുള്ള ആഗ്രഹം തോന്നിയേ. ഒരാളിരുന്ന് പുട്ട് കഴിക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നിയേ. ആ വീഡിയോ കണ്ടിട്ട് പുട്ട് കഴിക്കാൻ വേണ്ടി എന്നാണേലും ദേപുട്ട് നമ്മുടെ അടുത്തില്ല, അങ്ങ് പോണം. ജത്താഫിന്ന് എന്നാ കിട്ടുമോന്ന് അറിയാൻ വേണ്ടി ജത്താവി കൂടെ എല്ലാം നടന്നില്ല, കിട്ടിയില്ല. ഏറ്റവും അവസാനം ഞാൻ അവരെ തന്നെ വിളിച്ച ദേവപുട്ടിലോട്ട് വിളിച്ചപ്പോഴത്തേനും അവരെന്നോട് പറഞ്ഞ മാന്യമായിട്ടുള്ള ഇടപാട് കേട്ടോ മച്ചാ, ഡീസന്റ് ആയിട്ട് അടിപൊളിയാ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതേണ്ട ദിലീപ് ചേട്ടൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാ കേട്ടാ. ഇതിനകത്ത് ഞാൻ വിളിച്ചു, എന്നെ വിളിച്ചിട്ട് ഞാൻ എന്നോട് പറഞ്ഞു നമ്പർ ഒന്നും കാണിക്കില്ല. പിന്നെ സാറിന് പുട്ട് മാത്രം മതിയോ? ഒരു 3-4 പേരുടെ ഓർഡർ ഞങ്ങൾ കൊടുക്കാനാണ്. ഞാൻ ലൊക്കേഷൻ എല്ലാം ഇട്ട് കൊടുത്തു. ഓർഡറൊക്കെ പക്കായിട്ട് അവരെടുത്തു. പിന്നെ അവർക്ക് വരാനുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കും. പക്ഷെ ദിലീപേട്ടൻ ഒന്ന് കേക്ക് വേണമെന്ന് ഓർത്തോണം. നിങ്ങളൊരു മലയാളി ഇവിടെ ഒരു പുട്ടുകട ഇട്ടിട്ട് ഒരു മലയാളിക്ക് പുട്ട് തിന്നാൻ ആഗ്രഹം തോന്നിട്ട് കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ വേറെ ചോദിക്കും അവിടെ വന്ന് കഴിച്ചൂടെ? 12 മണിക്ക് ഡ്യൂട്ടിയും കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് അവിടത്തേക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഇത് ഇന്ന് തിന്നാൻ തോന്നിയിട്ട് നാളെ പോയി തിന്നുന്നതല്ലല്ലോ മര്യാദ. തിന്നണ്ടേ? അതുകൊണ്ട് ഞാൻ തിന്നാൻ തോന്നി അവരെ വിളിച്ചു. അവര് പറഞ്ഞു അവർക്ക് വരാൻ പറ്റിയാലെന്നൊന്നും അല്ല പറഞ്ഞത്. ഒരു ഓർഡർ അത് ശരിയാ, അത് എല്ലാ കടയിലും അങ്ങനെ തന്നെയാ. വരാൻ പറ്റിയല്ല ഇല്ലേട്ടാ. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കേൾക്കാൻ വേണ്ടി കേൾക്കുന്നുള്ള ഒരു വിശ്വാസമില്ല. എന്നാലും ആ 7 കിലോമീറ്ററും കൂടെ ഒന്ന് പരിഗണിക്കണം. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് പുട്ട് കഴിക്കണ്ടേ? 7 കിലോമീറ്റർ അല്ലേ ഉള്ളു ദുബായില്. 7 കിലോമീറ്റർ അല്ലേ ഉള്ളു. ചുമ്മാ ടുക്ക് 15 മിനിറ്റ്